മുസ്ലിം സമുദായത്തിന്റെ കർത്തൃത്വം നൽകുന്ന നേതൃത്വം നൽകുന്ന ആളുകൾ ജിഹാദികളാണെന്നും തീവ്രവാദികളാണെന്നും നിരന്തരം ആക്ഷേപങ്ങൾ ഇവിടുന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ കേട്ടത്. അതിലേക്കൊന്നും ചെവി കൊടുക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സമരത്തിന് ഒരു ജിഹാദിന്റെ വശം കൊണ്ടുവരുന്നു. ഇവിടെ നടക്കുന്ന ഏത് ഇതുപോലെയുള്ള കർത്തൃത്വങ്ങളെ പിന്നിൽ തീവ്രവാദത്തിന്റെ ആരോപണങ്ങൾ വരുന്നു. ഇതിനെ നമ്മള് ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. സമരത്തിന്റെ ഉപരോധം തടയാൻ വേണ്ടിയിട്ട് സാക്ഷാൽ യുപിയിൽ നിന്ന് തന്നെ യോഗിയുടെ പോലീസാണ് ഇവിടെ എത്തിയത് എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചു പോവുകയാണ്. കേരളത്തിന്റെ കേരള പോലീസ് KP എന്നുള്ള അതേ ഇനീഷ്യലിൽ തന്നെ കേരള പോലീസ് അതിന്റെ യൂണിഫോം ഒക്കെ ധരിച്ചെങ്കിലും അതിന്റെ ഉള്ളിലുള്ളൊരു കാവ്യ നിറം പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു, ഉപരോധം നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഉപരോധം നടത്തിയിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. കാരണം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിന്മടക്കമില്ലാത്തൊരു പോരാട്ടം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കോഴിക്കോട് കടപ്പുറത്തെ ഈ പ്രതിഷേധ സംഗമം അടയാളപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തെ ചടുലതയുള്ള ഒരു വിദ്യാർത്ഥിനി കൂട്ടം അവർ മാത്രമായി കൊണ്ട് സംഘടിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ പ്രക്ഷോഭ പ്രതിഷേധ സംഗമമാണ് ഇത് എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അഭിമാനിക്കാൻ ധാരാളം വകയുണ്ട്. കാരണം ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഈ വഖഫ് അത് നിയമമായി വന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ രാത്രിയിൽ ചുട്ടെടുത്ത ഈ നിയമം രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ചുട്ടെടുത്ത നിയമം അത് ഒപ്പുവെച്ച് വരുന്നതോടുകൂടി ഈ രാജ്യത്തൊരു പുതിയ നിയമമായിട്ട് അത് വന്നു. ഉമ്മീദ് എന്നതാണ് അതിന് പറയുന്നത്. അപ്പൊ ആ നിയമം വന്ന സ്ഥിതിക്ക് നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ആ നിയമത്തെ പിൻവലിക്കാൻ കഴിയുമോ? കാരണം ആ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്ത് അതിൻ്റെ തുടക്കങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നിങ്ങൾ വെറുതെ തെരുവുകളിൽ നിങ്ങളെ ശബ്ദമുഖരിതമായിട്ട് നിങ്ങൾ നിൽക്കുന്നത്? ഞങ്ങൾ അറസ്റ്റിലായ സമയത്ത്, ജയിലിൽ കിടന്ന സമയത്ത് ജയിലിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ്, നിങ്ങൾ സമരം നടത്തിയിട്ട് എന്താ കാര്യം? കേസുണ്ടാകും, കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും, നിങ്ങളുടെ ഭാവി അത് ബാധിക്കും, എന്തിനാ വെറുതെ ഒരു നിയമമായതിൻ്റെ പേരിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നു, ഈ നിയമം പിൻവലിക്കാൻ കഴിയും. കേവലം അത് ആലോചിച്ച് പിൻവലിക്കുന്നതല്ല. നമ്മുടെ ഉറച്ച സമരത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെ ശക്തികൾ പരാജയപ്പെട്ടു പോകും. ഒരു സംശയം അതിൽ വെക്കേണ്ടതില്ല. ഈ നിയമം ഇവിടെ വന്നു. നേരത്തെ ഇതുപോലെ തന്നെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാക്കപ്പെട്ട ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അന്ന് ഇവിടെ ഈ രാജ്യത്ത് പല സ്വഭാവത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നതിൻ്റെ അനന്തര ഫലമായി കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് അത്തരം നിയമങ്ങളെ പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇവിടെ ഈ ബീച്ചിൽ, ഈ കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ സംഗമിച്ചതിൽ ഞാൻ പറയുന്നു, ഈ സംഗമത്തിലൂടെ തന്നെ നിങ്ങൾക്ക് രാജ്യത്തിന് നൽകുന്ന ഒരു വലിയ പ്രചോദനമുണ്ട്. പല ആളുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മൾ കേട്ടോ ഇപ്പോൾ മുർഷിദാബാദിൽ ഇന്നലെ സമരം പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് വിദ്യാർത്ഥി കൂട്ടങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ ദിനങ്ങളിൽ ഇതുപോലെ തന്നെ സമാനമായ പ്രൊട്ടസ്റ്റുകളും പ്രതിഷേധങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും.
അത് വീണ്ടും നമ്മുടെ പാർലമെന്റിനെ പിടിച്ചുകുലുക്കും, വീണ്ടും നമ്മുടെ അധികാരികളെ ഉറക്കം കെടുത്തും. ഞാൻ പറയുന്നു, ആ അധികാരികളുടെ മുമ്പിൽ പിന്മടക്കമില്ലാത്തൊരു പോരാട്ടത്തിനാണ് നാം ഒരുങ്ങിപ്പുറപ്പെട്ടത് എങ്കിൽ അതിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വരുന്ന എന്ത് തടസ്സങ്ങളെയും ബാരിക്കേഡുകളെയും അതിന്റെ മുമ്പിൽ വരുന്ന ഏത് ഇതുപോലെയുള്ള കാടൻ നിയമങ്ങളെയും മർദ്ദനങ്ങളെയും പീഡനങ്ങളെയും ജയിലറകളെയും നേരിടേണ്ടി വന്നാലും നമ്മൾ കാണിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ സംവിധാനങ്ങളും സർക്കാരുകളും സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഹിന്ദുത്വ രാഷ്ട്രവും ഈ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും തകർക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അന്തസ്സോട് കൂടിയിട്ട് ഇതിവിടെ നിർത്തുന്ന വിധത്തിലല്ല, അന്തസ്സോട് കൂടിയിട്ടും ആത്മാഭിമാനത്തോടു കൂടിയിട്ടും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം നടപ്പിലാകാൻ പോകുന്നു എന്നവർ വിശ്വസിക്കുന്ന ഈ നിയമം പിൻവലിക്കുന്നത് വരെ നമ്മുടെ മുമ്പിൽ ഇനി വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളായിരിക്കും. നമ്മൾ ഉറച്ച പ്രഖ്യാപിക്കും. നിങ്ങൾക്കറിയുമോ ഇതിന്റെ ഒരു അപകടം? സാധാരണഗതിയിൽ നേരത്തെ NRC CAA സമര കാലഘട്ടത്തിൽ നമുക്കറിയാം, തെരുവുകളിൽ മുഴുവൻ പ്രക്ഷോഭങ്ങളായിക്കൊണ്ട് ഒറ്റയടിക്ക് തന്നെ പ്രക്ഷോഭങ്ങളായിട്ട് മറന്നു. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് അതിലും അഭിമാനിക്കാം. ആ തെരുവ് പ്രക്ഷോഭത്തിന്റെ തെരുവുകളായി മാറ്റിയെടുക്കുന്നിടത്ത് ഈ രാജ്യത്ത് ആ പ്രക്ഷോഭങ്ങൾക്ക് ഉദ്ഘാടനം കുറിച്ചിട്ടുള്ളത് എനിക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. ക്യാമ്പസുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. വിദ്യാർത്ഥികൾ മുഴുവൻ ഇവിടത്തെ അധികാരി വർഗത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു, വിരൽ ചൂണ്ടി. ആ വിരൽ ചൂണ്ടലുകളും അവരുടെ മുദ്രാവാക്യങ്ങളും ജീവിക്കുവാനുള്ള അവകാശങ്ങളുമായിരുന്നു CAA NRC സമരകാലഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് കൊടുമ്പിരി കൊണ്ട പ്രക്ഷോഭങ്ങൾക്ക് പ്രചോദനമായതെങ്കിൽ നിങ്ങൾക്കും നമുക്കും പറയാൻ കഴിയണം, ഇതുപോലെയുള്ള ചെറുതും വലുതുമായ കൂട്ടായ്മകളും സംവിധാനങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധ സംഗമങ്ങളുമാണ് തുടർന്ന് വരുന്ന പ്രക്ഷോഭങ്ങൾക്ക് വലിയ പ്രചോദനമായിട്ട് മാറുക എന്നുള്ളത്. അത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. CAA NRC സമയം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ നമ്മൾ ആട്ടിപ്പുറത്താക്കാൻ പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, വഖഫിന്റെ വിഷയത്തിൽ ഇപ്പോഴും നമ്മൾക്കിടയിൽ തന്നെ ഒരു അജ്ഞത നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിക്കണം. അതെന്താന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിന്റെ അപകടം എന്ത് എന്നുള്ളത് നമ്മുടെ തന്നെ സമുദായത്തിന്റെ ഉള്ളിലെ ആളുകൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നിടത്ത് നമ്മൾ ഇനിയും എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, നമ്മള് സാധാരണഗതിയിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ പള്ളിന്റെ നാട്ടിലൊക്കെ നമുക്കൊരു ഖബർസ്ഥാനമുണ്ട്. നമ്മുടെ ഒരുപാട് പൂർവികന്മാരെ നമ്മൾ തന്നെ അവിടെയൊക്കെ ഖബറടക്കം നടത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ഖബർസ്ഥാനം വഖഫായിട്ട് കിടക്കുന്നതുണ്ട്. നമ്മൾ സുജൂദ് ചെയ്യുന്ന നമ്മുടെ പള്ളിയുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ വിദ്യാഭ്യാസിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ വഖഫ് മുതൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ സമുദായത്തിന്റെ കൺമുമ്പിൽ ധാരാളക്കണക്കിന് ഇതുപോലെയുള്ള വഖഫ് സ്വത്തുകളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന പള്ളികൾ, നമ്മൾ വിദ്യ നേടുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അന്തി ഉറങ്ങാനുള്ള നമ്മുടെ ഖബറിടങ്ങൾ. ഈ ഖബറിടങ്ങളിൽ മറവ് ചെയ്തതിനു ശേഷം നാട്ടിൽ പോകുന്ന ഏതൊരാൾ പറയാണ്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഹർജി നൽകി കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷനിലൂടെ തന്നെ പിന്നെ ആ ഭൂമി അതോടുകൂടി ഡിസ്പ്യൂട്ട് ആവുകയാണ്. വളരെ ചെറിയ ഒരു സ്വഭാവം നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ അപകടം എത്രയാണ് എന്നറിയാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അത് അതോടുകൂടിയിട്ട് തന്നെ തർക്കഭൂമിയായിട്ട് പിന്നീട് അവിടെ ഒരാൾക്ക് പോലും അവിടെ ഖബറടക്കം നടത്താൻ പറ്റാത്ത വിധം അതിന്റെ അവകാശങ്ങൾ മുഴുവൻ അതിന്റെ നടത്തിപ്പുകാരിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോകുന്ന വിധത്തിൽ, കേസ് നടന്ന് അതിന്റെ തീർപ്പ് കൽപ്പിക്കുവാൻ തന്നെ സമയങ്ങൾ എടുക്കുന്ന വിധത്തിൽ അതൊരു ഡിസ്പ്യൂട്ട് ഭൂമിയായി കൊണ്ടുമാറാൻ പോവുകയാണ്. ഇങ്ങനെ ഓരോ സംവിധാനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ഞാൻ പറയുന്നു വളരെ അപകടകരമായ സ്വഭാവത്തിൽ ഇത് നിയമമായി വരുന്നതോട് കൂടിയിട്ട് നമ്മളെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമുക്കൊരു ദൗത്യം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതിൽ പതിയിരിക്കുന്ന അപകടം എന്ത് എന്ന് വളരെ കൃത്യപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടി നമുക്കുണ്ട് എന്ന് മാത്രമല്ല, പാർലമെന്റ് പാസാക്കിയെടുത്ത നിയമം എന്ന നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇനിയും നമുക്ക് നമ്മുടെ മുമ്പിൽ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും സാധ്യതകൾ അനേകമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മടക്കം എന്ന് പറയുന്നത്, ഈ പ്രതിഷേധ സംഗമത്തിൽ നിന്നുള്ള നമ്മുടെ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കണം ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന ഒരു സമാധാനത്തിന്റെ മനസ്സല്ല. തുടർനിലങ്ങളിൽ വരാനിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക്
എന്റെ സാന്നിധ്യം ഉറപ്പിക്കും എന്നൊരു പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാവണം ഇവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകാൻ എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ സമരത്തിനടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, സമുദായം ഉണർന്നു കഴിഞ്ഞാൽ, തട്ടമിട്ട ഒരുപാട് പെൺകുട്ടികൾ ക്യാമ്പസിൽ തന്നെ സമരവും പ്രക്ഷോഭവുമായിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ കർത്തൃത്വത്തിലും മുസ്ലിം സമുദായത്തിന്റെ കർത്തൃത്വത്തിലും രൂപപ്പെടുന്ന സമരങ്ങൾക്ക് മുഴുവൻ തീവ്രവാദത്തിന്റെ ഒരു സ്വഭാവം കൂടി പതിച്ചു നൽകുന്ന ഒരു ശീലം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വഖഫ് ബില്ല് പിൻവലിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമേ ഉള്ളൂ. വഖഫ് ആക്ട് പിൻവലിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. വീണ്ടും വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മളെ ഇതിനെ മറപ്പിടിക്കാൻ വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തെ വക്രീകരിച്ചെടുക്കാൻ വേണ്ടി, ഇതിൽ നിന്ന്, ഈ സമരമുഖത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പല സ്വഭാവത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കും. ഞാൻ പറയുന്നു, മർത്തിച്ചതിച്ചൊതുക്കും. സോളിഡാരിറ്റി SIO നടത്തിയ വിമാനത്താവള, അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉപരോധന്റെ സമയത്ത്, അത് ആ ഉപരോധം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ എങ്ങനെ ഈ വിഷയത്തെ വഴിമാറ്റിയെടുക്കാം എന്ന് ശ്രദ്ധിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ നിരന്തരമായി കൊണ്ട് ഇതിന്റെ നടത്തിപ്പുകാർ, മുസ്ലിം സമുദായത്തിന്റെ കർത്തൃത്വം നൽകുന്ന, നേതൃത്വം നൽകുന്ന ആളുകൾ ജിഹാദികളാണെന്നും തീവ്രവാദികളാണെന്നും നിരന്തരം ആക്ഷേപങ്ങൾ ഇവിടുന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ കേട്ടത്. അതിലേക്കൊന്നും ചെവി കൊടുക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സമരത്തിന് ഒരു ജിഹാദിന്റെ വശം കൊണ്ടുവരുന്നു. ഇവിടെ നടക്കുന്ന ഏത് ഇതുപോലെയുള്ള കർത്തൃത്വങ്ങളെ പിന്നിൽ തീവ്രവാദത്തിന്റെ ആരോപണങ്ങൾ വരുന്നു. ഇതിനെ നമ്മൾ ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ തടക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഒരു അന്താരാഷ്ട്ര വിമാനം, ഞങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണകേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോയിട്ടൊരു പ്രത്യേക താങ്ക്സ് കൊടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. കാരണം സമരം ഞങ്ങൾ വിജയിപ്പിച്ചതിനേക്കാൾ കൂടുതൽ വിജയിപ്പിച്ചു തന്നത് അവരായിരുന്നു. തലേന്ന് രാത്രി തന്നെ പറഞ്ഞു, നാളെ ഈ സമരവേദിയിലേക്ക്, ഉപരോധത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് മുഴുവൻ ഞങ്ങൾ കേസെടുക്കും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആരോടാണ് പറയുന്നത്? അപ്പോഴാണ് നമ്മളെ സംശയം, സാക്ഷാൽ നമ്മുടെ സമരത്തിന്റെ ഉപരോധം തടയാൻ വേണ്ടിയിട്ട് സാക്ഷാൽ UP നിന്ന് തന്നെ യോഗിയുടെ പോലീസാണ് ഇവിടെ എത്തിയത് എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചു പോവുകയാണ്. കേരളത്തിന്റെ കേരള പോലീസ് KP എന്നുള്ള അതേ ഇനീഷ്യലിൽ തന്നെ കേരള പോലീസ് അതിന്റെ യൂണിഫോം ഒക്കെ ധരിച്ചെങ്കിലും അതിന്റെ ഉള്ളിലുള്ളൊരു കാവ്യ നിറം പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു, ഉപരോധം നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഉപരോധം നടത്തിയിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. കാരണം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിന്മടക്കമില്ലാത്തൊരു പോരാട്ടം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും, കേസെടുത്താലും അറസ്റ്റ് ചെയ്താലും, ബാരിക്കേഡുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നാലും, നിങ്ങളുടെ ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെ നിങ്ങൾ മുന്നിൽ തന്നെ നിങ്ങൾ നിരത്തിയാലും തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കാരണം ഇത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയല്ല, സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ട് നമ്മൾ പോകണം. ഈ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ, ഇതുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ പല സ്വഭാവത്തിലുള്ള വെല്ലുവിളികൾ വരും. ഇനി നാളെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ എഴുതാൻ പോവുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് കുറച്ച് തലമറച്ച ജിഹാദി പെൺകുട്ടികൾ ഇപ്പൊ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിൽ ഒരു പതർച്ചയും നമുക്കില്ല. ആ പതർച്ച നമ്മുടെ ഒരു പ്രചോദനമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അവരുടെ പ്രസ്താവനകൾ നമുക്ക് പോരാടാനുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മൾ സ്വീകരിക്കും. തെരുവിൽ നമ്മൾ ഉണ്ടാകും, പാർലമെന്റിലും അതുപോലെ തന്നെ ഇവിടുത്തെ പല സ്വഭാവത്തിലും നിയമപരമായിട്ടും പാർലമെന്റിലും പോരാടുന്നതോടൊപ്പം തന്നെ സമാന്തരമായി കൊണ്ട് തെരുവിലും പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉണ്ടാകും. തിരിച്ചു കാണിക്കുകയാണ് വേണ്ടത്. കാരണം സംഘപരിവാർ ഉണ്ടാക്കിയെടുക്കുന്ന അജണ്ട, ഇവിടുത്തെ ഹിന്ദുത്വ മാർക്സിസവും ഹിന്ദുത്വവും രൂപപ്പെടുത്തിയെടുത്ത് ബായി ഉണ്ടാക്കിയെടുക്കുന്ന അജണ്ടയ്ക്ക് മുന്നിൽ വീണുപോകുന്നതിന്റെ മുമ്പിൽ നമുക്ക് ഒരു ലക്ഷ്യം എത്തിപ്പിടിക്കാനുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കുതിപ്പ്, ജീവൻ മരണ പോരാട്ടം തന്നെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള, നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭ സമരങ്ങളായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അതിന്റെ തുടക്കമാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഒരു കാര്യം കൂടി പറയാനുള്ളത്,
ചരിത്രം രേഖപ്പെടുത്താൻ പോകും. ഈ രാജ്യത്തെ വഖഫ് സംരക്ഷണം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ഇന്ന് നിങ്ങൾ ഇവിടെ കൂടിയതും, ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ രാവിനൊരു പ്രത്യേകതയുണ്ട്, ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ രേഖപ്പെടുത്തുമ്പം ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നു. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.